ഞാനൊരു സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. അട്ടപ്പാടിയിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് വരുന്നത്. വഴിയൊന്നും അറിയില്ല, ചോദിച്ചാൽ വന്നത്. അറിയാനൊന്നുമില്ല. നമ്മുടെ ചിന്നത്താടം റോഡ് കുണ്ടത്തറയിൽ നിന്ന് വരുമ്പോൾ ചാവടിയൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ മുള്ളിലോട്ട് പോകും. ഇടത്തോട്ട് വരുമ്പോൾ പുതൂരിലോട്ട് വരും. കുറച്ച് ദൂരം കൊണ്ട് വരും, ഒരു 2 കിലോമീറ്റർ വരുമ്പോൾ എവിടെ വന്നേ ലെഫ്റ്റിലോട്ട്. ഞാൻ വഴിയൊക്കെ ചോദിച്ചാൽ മതി, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒരു എന്താ പറയുക, ആ ചാവടിയൂർ പുഴയുടെ നടുക്ക് ഒരു തടയണ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ട് ഒരു 4 അടി പൊക്കം ഉണ്ടാവും. അവിടെ നിന്ന് വെള്ളം അങ്ങനെ താഴ്ത്തോട്ട് ഒഴുകണം, അത്ര തന്നെ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ പുഴയിലൊക്കെ കുളിക്കാൻ ആഗ്രഹമുള്ളവർ, വെള്ളത്തിലിറങ്ങാൻ. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, വരുന്നവർ സൂക്ഷിക്കുക. ഒരുപാട് അപകടം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ സംഭവിക്കാറുണ്ട്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ബോർഡുണ്ട് കേട്ടോ. അതെ, പുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നറിയിപ്പ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. മലയാളത്തിലും തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. ആര് കേൾക്കാനാണ്? നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അവിടെ, ബുള്ളറ്റിൽ വന്നത്. ശരി, ഇത് എത്ര പമ്പ് സെറ്റാണെന്ന് നോക്കി. 1 2 3 4 5 ഫുള്ള് ഈ ഭാഗത്തുനിന്നാണ്ടോ മൊത്തം വെള്ളം അടിച്ചു തരണം. അതിന് വേണ്ടി ഉണ്ടാക്കിയ തടയണയാകാനാണ് സാധ്യത. ഫുള്ള് മൊത്തം ഓരോ മോട്ടറുകൾ വെച്ച് ഇങ്ങനെ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നല്ല സീനറിയൊക്കെയാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. നമുക്കിതിലങ്ങോട്ട് പോവാം. വേറെ ഇഷ്ടംപോലെ ആൾക്കാർ വേണ്ടോ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഇരിക്കണുണ്ടോ. അപ്പോൾ ഈ കളി അത്ര നല്ലതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മരിക്കാറുണ്ട് വരണവൻ. ഇതിപ്പോൾ ചാകണ ഒരു ചാട്ടം, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. അവിടെ നല്ല വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ആൾക്കാർ ഓരോന്നിരിക്കണമൊക്കെ വെള്ളത്തിൽ പോയിട്ട്. അതിൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് അതിൽ കല്ലുകളുടെ ഇടയിലെ കുഴികൾ നമുക്കറിയാൻ പറ്റില്ല, സൂക്ഷിക്കണമെന്ന്. പക്ഷെ കാട്ടായം കണ്ടോ, ഓരോരുത്തർ ഇറങ്ങിയിട്ട് വെയിലടിക്കണോണ്ടേ. ഇപ്പോൾ സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ ഓരോന്ന് കാണിക്കണത്. എന്തെങ്കിലും കാണിക്കട്ടെ, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ആ ചിറ്റൂർ ഭാഗത്ത്, പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് ഇതുപോലെ കളിച്ചാണ് 2 വെള്ളത്തിൽ പോയത്. മോട്ടറുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? എത്ര മോട്ടറാ കണ്ടു. ഒരു 4 അടി പൊക്കത്തിലൊരു തടയാണ്. മിക്കവാറും ഈ മോട്ടറുകളൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭരണിയാകാനാണ് സാധ്യത കൂടുതൽ. ഇതിൽ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ചെയ്യണത് അപകടമാണ് കേട്ടോ. ശരിക്കും പൂപ്പായലാണ്. ഈ കാണുന്ന പോലെ ആയിരിക്കില്ല ഇതിൻ്റെ അവസ്ഥ. ഇപ്പം നമുക്ക് നോക്കിയാൽ കുറച്ച് ഭാഗം കാണാൻ നിലത്ത്, പക്ഷേ കുഴികളൊക്കെ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. നമുക്ക് ഇതിൽ ഇങ്ങനെ നടന്നു പോവാം. ഇതിലൊരു വഴിയുണ്ട്, ചെറിയൊരു ഇതുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ പോയിട്ട്, ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ചാടി ഇറങ്ങാവുന്നുള്ളൂ. വേണമെങ്കിൽ ഈ ഉണ്ടക്കല്ലിൻ്റെ മേളിലൊക്കെ പോയി വെറുതെ നിൽക്കാം. ഞാനെന്തായാലും വെള്ളത്തിലിറങ്ങില്ല, എനിക്കതൊന്നും ഇഷ്ടമില്ല. ഇറങ്ങാൻ ആഗ്രഹിക്കണവർ, റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ വന്ന് ഇറങ്ങുക. ഇനി എന്തെങ്കിലും അതിൻ്റെ പുറകെ വരണൊക്കെ അവനവൻ അനുഭവിക്കുക, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. കണ്ട് ആസ്വദിക്കാം, അതാണ്. അപ്പുറത്തെ കൃഷിസ്ഥലം ഉണ്ടോ, അത് തെങ്ങും തോപ്പാണ് കാണുന്നത്. ആ മലയിലും തെങ്ങുണ്ട്. അപ്പോൾ അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായിരിക്കണം, അതുകൊണ്ടാണുള്ള തെങ്ങുള്ളത്. മേളിലോട്ട് ഫോറസ്റ്റ് ആയിരിക്കും. കണ്ട് ആസ്വദിക്കാം. ഒരു ചെറിയൊരു തടയണ. ഈ പുഴയുടെ സൈഡിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു തരം പുല്ലാണത്. എവിടെ പോയാലും ഉണ്ടാവും അത്. വെള്ളം ഒഴുകി കല്ലൊക്കെ ഉണ്ട്, ഉരുണ്ടിരിക്കുകയാണ് ആകെ.
ഇപ്പൊ വെള്ളമില്ല കേട്ടോ. ഇതിപ്പോ മഴയൊക്കെ പെയ്ത ഇതൊക്കെ നിറഞ്ഞൊഴുകും വെള്ളം. ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനലൊക്കെ തുടങ്ങിയ ടൈമിൽ ഇതിൻ്റെ മേൽവശത്തൊരു വീഡിയോ എടുത്തിരുന്നു. അവിടെ ഇതുപോലത്തെ ചെറിയൊരു തടയാനുണ്ട് കേട്ടോ. അത് താവളത്തിൽ നിന്ന് കൂടെ വരുന്ന വഴിക്കാ. ഇതിപ്പോൾ ചാവടിയൂരിൻ്റെ അടുത്തായി. അവിടെ കുറച്ചുകൂടി ഇത് തന്നെ ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് അവിടെ ഇതുപോലെ പുഴയുടെ നടുക്കൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ ഞാനതിലൊരു വീഡിയോയിൽ ഇങ്ങനെ ടൈറ്റിൽ കൊടുത്തു, പുഴയുടെ നടുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഇല്ലിത്തുറമൊക്കെ ഉണ്ടായിരുന്നു പുഴയുടെ നടുക്ക്. അതിൽ ആൾക്കാർ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, തീയൊക്കെ പിടിപ്പിച്ചിട്ട്. ഓഹോ, എന്തൊരു ആയിരക്കണക്കിന് അല്ല ഞണ്ടല്ല അതിൻ്റെ ഇടയിൽ കൂടി പോയത്. അതാ പോണു ഞണ്ട്. കാട്ടു ഞണ്ട്. കിട്ടിപ്പോയി മോനെ. കണ്ട് ഞണ്ട് കേട്ടോ. ഇതിനകത്ത് മീനുണ്ട്. മീൻ ചാടണ കണ്ടായിരുന്നു ഞാൻ. ഇവിടെ അല്ല കേട്ടോ, ആ തടയണക്കകത്ത്. സൂപ്പർ ഞണ്ട. കാണാൻ അത് ഗംഭീരം കേട്ടോ സ്ഥലം. കണ്ടോ, വെയിൽ അവിടെ നിന്ന് അടിക്കണോണ്ട് കറക്റ്റ് അത് സീനറി കിട്ടണില്ല. ഒന്നിരിക്കാം, ആവശ്യക്കാർക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ മുന്നറിയിപ്പ് ബോർഡ് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ യുക്തി പോലെ എന്താ ചെയ്യണം. കുളിക്കണവന് കുളിക്കാം, അല്ലാത്തവന് വെറുതെ നിൽക്കാം. ഞാനെന്തായാലും വെള്ളമുള്ളിടത്തോട്ട് പോകണില്ല. വെള്ളം നമുക്ക് അത്ര താല്പര്യമില്ല. വരുന്നവർക്ക് ചിലപ്പോൾ ഇറങ്ങാൻ തോന്നും കേട്ടോ. വളരെ സൂക്ഷിച്ചും കണ്ട് ഇറങ്ങുക. കൊള്ളാം. പുഴയ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്, ചെറിയ ചാല് പോലെ ഒഴുകണത്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കൊച്ചുങ്ങളൊക്കെ അവിടെ പോയിരിപ്പുണ്ട്. ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ വരിക, സ്ഥലങ്ങൾ കാണാം, പുഴയിലിറങ്ങാം. താല്പര്യമുള്ളവന് കേട്ടോ, അല്ലാത്തവർ ഇറങ്ങണ്ട. ഫോണിൽ മര്യാദ കുടിക്കാം. എത്ര 1 2 3 4 ഇവിടെ 1 5 മോട്ടറാണ് ഈ ഒറ്റ കുഴിയിൽ വെച്ചിരിക്കണം. വലിയ കുഴിയാണിതേ. നമ്മൾ കാണുമ്പോൾ വേണ്ടത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വലിയ താഴ്ചയില്ലെന്ന് തോന്നും. പക്ഷേ ഇത് നല്ല കുഴിയാണ്. അതാണ് ഈ അപകടം എന്ന് പറയുന്നത്. അബദ്ധത്തിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി വരാൻ പണിയായിരിക്കുള്ളൂ. മീനുണ്ട് ഇതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ മീനാ. നമ്മുടെ ഫോണിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മീനുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മീനുണ്ട് ഇതിനകത്ത്. വെറുതെ ആൾക്കാർ വരുമ്പോൾ ഇതിനകത്ത് ഇറങ്ങാൻ തോന്നുന്നത്. ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഒരു വരവും അതാ മീൻ ചാടിക്കൊണ്ടിരിക്കണതിനകത്ത്. നമ്മളിതിനകത്ത് മീനുണ്ട് അതിനകത്ത്. കൊള്ളാം. വെള്ളത്തിലിറങ്ങണതിന് ആരും ഇന്ന് പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അവിടെ വാണിംഗ് ബോർഡ് വച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ വരുന്നവർ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കണ്ട. ചെക്കന്മാരെ ഇവിടുന്ന് കുളിച്ചിട്ടാണ് പോയത്. അപകടം വന്നു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അപ്പോൾ കണ്ടാസ്വദിക്കുക എന്നുള്ളതാണ് പ്രകൃതിയെ. നമുക്ക് ഇറങ്ങാൻ പറ്റുന്നിടത്ത് ഇറങ്ങാം. അതേ ഇവിടേക്ക് ഇറങ്ങാം. ഇതിൽ കൂടി അങ്ങോട്ട് കുറച്ചപ്പുറം ഞങ്ങൾക്ക് നേരത്തെ കണ്ടില്ലേ കുറേ ആൾക്കാർ അവിടെ നിൽക്കണത്. ഒരുപാട് പേര് അവിടെ ഉണ്ട്, താഴെയുണ്ട്. അങ്ങനെയൊക്കെ പോയി നിൽക്കാം. അപകടം ഇല്ലാത്തടത്ത് ഇറങ്ങാം. അപകടത്തിലോട്ട് പോകാതിരിക്കണം ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കുഴിയിലോട്ടായിരിക്കും വരുന്നത്.